നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 2-ാം തീയതി 1199 ആണ്ട് കുംഭമാസം 18-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. നക്ഷത്രം വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്രം പൂർണ്ണമായിട്ടില്ല, എന്നാലും നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ഏകദേശം ഉച്ചവരെയും വിശാഖ നക്ഷത്രം തന്നെയാണ്. വിശാഖ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശരിക്ക് കുംഭമാസത്തിലെ വിശാഖ നക്ഷത്രം എടുക്കേണ്ടത് ഇന്ന് തന്നെയാണ്. ഇപ്പം വിശാഖം നക്ഷത്രത്തിലാണ് ഇന്ന് ഉദയം വന്നിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ കുറച്ച് സൂക്ഷിക്കണം. വിശാഖ നക്ഷത്രമാണെങ്കിൽ പോലും ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ബാധിക്കാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ്. അതുകൊണ്ട് ആ നെഗറ്റീവ് നമ്മളിലേക്ക് കൂടരുത്. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്ക് പരിഹാരം ചെയ്ത് ഈ ഒരു വർഷം നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഒന്ന് നക്ഷത്രം ശുഭമാണെങ്കിൽ പോലും ദിവസം ശുഭമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ രോഗാദി ദുരിതങ്ങൾ, കാര്യതടസ്സം, എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം, മന്ദത, അലസത, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറക്കം, ഓർമ്മശക്തി കുറവ്, കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള ടെൻഡൻസി, ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായി തീരും. അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ശനിയെ പ്രീതിപ്പെടുത്തണം. ശനിയെ പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. ശനിയുടെ വാഹനമാണ് കാക്ക. കാക്കയ്ക്ക് എള്ള് മിക്സ് ചെയ്ത് ചോറ് വെച്ച് കൊടുക്കുക. അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ എള്ള് പായസം നടത്തുക. നെയ്യ് അഭിഷേകത്തിന് കൊടുക്കുക. അർച്ചന നടത്തുക. ഇതൊക്കെ ശനിയുടെ നമുക്ക് ഇതൊക്കെ ബർത്ത്ഡേ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ബർത്ത്ഡേ അല്ലാതെ മൊത്തത്തിൽ ആ ദിവസത്തിലുള്ളവർക്ക് ചെയ്യാനല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പലതരത്തിൽ തടസ്സഭാവങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. ഒരു കാര്യമൊന്നല്ല, എല്ലാം ഡിലേ ആക്കി കളയും. അപ്പോൾ ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇല്ല, ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കുക. അഭിജിത്ത് മുഹൂർത്തവും ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:14 തൊട്ട് 1:01 വരെയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് തിരഞ്ഞെടുക്കാം. ഇന്നത്തെ രാഹുകാല സമയം, നമ്മൾ രാഹുകാല സമയം എപ്പോഴും എല്ലാവരും ഇപ്പോൾ കൂടുതൽ ആളുകൾ നോക്കാറുണ്ട്. ഒരു വഴിക്ക് പോകുമ്പോൾ രാഹുകാലം നോക്കിയിട്ട് പോകും. പക്ഷെ അവർ നോക്കണത് എപ്പോഴും കലണ്ടറിലാണ്. കലണ്ടറിൽ കോമൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് ശനിയാഴ്ച 9 മണി തൊട്ട് 10:30 മണി വരെ രാഹുകാലം. പക്ഷേ 9 മണിക്കൊന്നും രാഹുകാലം തുടങ്ങൂല. ഇന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി രാഹുകാലം ആരംഭിക്കുന്നത് തന്നെ 9:39 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. അത് 11:08 വരെ രാഹുകാല സമയമുണ്ട്. ഒന്നുകിൽ 9:39 മുമ്പോ അല്ലെങ്കിൽ 11:08 ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കാവൂ. യാത്ര എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിക്കാനിട വരും. അതേപോലെ മറ്റ് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കുന്നതാണ് പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഗുളികകാലവും യമകണ്ഠകാലവും. അപ്പോൾ ഗുളികകാലം ഇന്ന് വരുന്നത് 6:42 തൊട്ട് 8:10 വരെ. അതുപോലെ യമകണ്ഠകാലം വരുന്നത് 2:05 തൊട്ട് 3:24 വരെ. ഈ സമയത്ത്
ഒരു ശുഭകാര്യവും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആകിലും ഇങ്ങനത്തെ ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് ഈ ദിവസം തന്നെ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും, ഇന്നത് ചെയ്തേ തീരുള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് അയച്ചേ തീരുള്ളൂ, ഇന്ന് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ വരുന്ന സമയമാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കുക. ആകിലും നെഗറ്റീവ് എനർജിയുള്ള ദിവസമായതുകൊണ്ട് ആകിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ പേർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.